വെൽക്കം ടു NL വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗ് എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മൾ ഇന്ന് പോകുന്നത് ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡർ സൈഡിലേക്കാണ്. ഒരു ബൈക്ക് റൈഡാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാനൊരു DJI ഓസ്മോ പോക്കറ്റ് 3 അത് ഒരു കണ്ടൻറ് ക്രിയേറ്റർ കോംബോ ഉണ്ടല്ലോ, അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമുക്ക് ബൈക്ക് റൈഡിൽ എങ്ങനെ അത് നമുക്ക് എത്രമാത്രം ആക്സസ് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയണമല്ലോ. അപ്പോൾ അതിനും കൂടി കൂടിയിട്ടാണ് ഈ ജേർണി കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു അബദ്ധം വളരെ നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും ഈ വ്ളോഗിൻ്റെ അവസാനം ഞാൻ പറയാം. ഈ വ്ളോഗ് ശരിക്കും 2 പാർട്ടായിട്ടായിരിക്കും. നമ്മൾ ടോട്ടൽ ഒരു 81 കിലോമീറ്റർ ഇതിൽ ട്രാവൽ ചെയ്യുന്നുള്ളൂ. വളരെ ചെറിയൊരു സ്മോൾ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളതിൽ കുറച്ച് സ്പോട്ടുകളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പോകുന്ന ഒരു ലഞ്ച് സ്പോട്ടിലേക്കാണ്. ഞാൻ ഒത്തിരി ഹൈപ്പ് കേട്ട ഒരു സ്പോട്ടാണ് കേട്ടോ, യൂട്യൂബിലൊക്കെ കണ്ട ഒരു ഹൈപ്പ് കേട്ട സ്പോട്ടാണ്. അപ്പോൾ ഇന്ന് അവിടെ പോയി ലഞ്ച് കഴിക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ബൈക്ക് റൈഡുകളൊക്കെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പല രീതിയിൽ യാത്രകൾ ആസ്വദിക്കുന്നവരാണല്ലേ. ചിലർക്ക് കാറിൽ പോകുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ബൈക്കിൽ പോകുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് നടന്നു പോകുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് സൈക്ലിംഗ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം. അതിപ്പോൾ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ബൈക്ക് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ പോയാലും ഒരിക്കലും മടുക്കൂല. അത് നമ്മൾ ഒരു കിലോമീറ്റർ പോയാലും നമുക്ക് ചിലപ്പോൾ ടയേർഡാവും എന്നൊക്കെ പറയും. പക്ഷെ എന്താണെന്നറിയില്ല, ഇതിങ്ങനെ ഇരുന്നങ്ങ് പോകാൻ ഒത്തിരി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൈഡാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കുറ്റിച്ചൽ ജംഗ്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നേരെ തന്നെയുള്ള റൂട്ടാണ്. ഇനി നമുക്ക് പോകാനുണ്ട്. ഇനി അടുത്ത് നമുക്ക് കള്ളിക്കാടാണ്. അപ്പോൾ നമ്മൾ കള്ളിക്കാട് എത്തുമ്പോൾ എന്തായാലും ഒരു സോഡാലയം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ ഗൈസ്. ഞാനത് നേരത്തെ കയറിയിട്ടുള്ളതാണ്. അവിടെ ഒരു സോഡ സർബത്ത് കിട്ടാറുണ്ട്. ഇപ്പോൾ അതവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാലും അവിടെ അത് ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാം. ഇല്ലെങ്കിൽ അവിടെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ജേർണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് പല രീതിയിൽ നമ്മളുടെ റൈഡുകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ അതിൽ ഈ ബൈക്ക് റൈഡ് എനിക്ക് എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കെല്ലാം നന്നായിട്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റാറുണ്ട്. കാറിലൊക്കെ പോകുന്നതിൽ അപ്പുറത്തായിട്ട് എന്താ പറയുക, ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ റൈഡിനൊക്കെ പോകുമ്പോൾ ലാൻഡ്സ്കേപ്പ് അവിടെ ഉള്ളതൊക്കെ ആസ്വദിക്കുന്നതിനപ്പുറമായിട്ട് നിങ്ങൾ ആരെങ്കിലും അവിടെയുള്ള മനുഷ്യരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കൂടുതലും ഈ റൈഡിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ആളുകളെ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള മനുഷ്യരെയൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒറ്റ തവണയൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ആരും ചിലപ്പോൾ ഭൂമി ഉരുണ്ടതാണ് ചിലപ്പോൾ കണ്ടെന്നിരിക്കും, എങ്കിലും ചാൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഓരോരുത്തരും ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ മുഖങ്ങളിൽ മിന്നിമായുന്ന ആ ഓരോ എന്താ പറയുക എക്സ്പ്രഷൻസ്, അതൊക്കെ ഞാൻ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ യാത്രകളൊക്കെ നമുക്ക് ഓരോന്നും ഓരോ പാഠങ്ങളാണ് അല്ലേ. ബുക്കുകളൊക്കെ വായിക്കുന്നതിലും കൂടുതൽ നമുക്ക് യാത്രകൾ പോകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് അതെന്നും വളരെ വലുതാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ട്രിവാൻഡ്രം സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഗോപുരങ്ങളുടെ അല്ലെങ്കിൽ ഒരു കെട്ടിടങ്ങളുടെ സിറ്റി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മറിച്ച് അത് എന്താ പറയുക, മൊത്തം പച്ചപ്പ് ഹരിതാഭയല്ലേ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, നിങ്ങൾക്ക് ശരിക്കും ട്രിവാൻഡ്രത്തിൻ്റെ വൈബ് അല്ലെങ്കിൽ എന്താ പറയുക ട്രിവാൻഡ്രം സിറ്റിയുടെ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൻ്റെ ആ സൗന്ദര്യം കാണണമെങ്കിൽ നിങ്ങൾ ശരിക്കും അതിൻ്റെ ഗ്രാമഭാഗങ്ങളിലേക്ക് വരണം. എനിക്ക് നേരത്തെ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ദഹിക്കാൻ പറ്റാതെ വന്നിട്ടൊക്കെ ഉണ്ട്. അതായത് ഇത് മൊത്തത്തിൽ എന്താണ് ഇങ്ങനെ. പക്ഷെ ഞാനുണ്ടല്ലോ ഒരു ദിവസം, ഇതിപ്പം നിങ്ങളെ കാണിച്ചുകൊണ്ടുള്ള എന്താ പറയുക ഒരു റൈഡാണ്. ഇതിനൊക്കെ മുന്നേ ഒരുപാട് തവണ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. ഈ ട്രിവാൻഡ്രം ഇത്ര സുന്ദരിയാണോ എന്ന് തന്നെ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇങ്ങനെ ഈ ഭാഗങ്ങളിലേക്കൊക്കെ, ഈ പ്രത്യേകിച്ച് ഈ നെട്ട അതുപോലെ ഈ തമിഴ്നാട് ബോർഡറിലേക്കൊക്കെ ഉള്ള റൈഡെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അതാ നമ്മുടെ സോഡാലയം കിട്ടുന്ന സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഡാലയം നമുക്ക് കുടിക്കാം, അവിടെ ഉണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോൾ അവിടെ ഒരു സോഡ നനഞ്ഞ് കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ് അല്ലേ ചിക്കൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയിരിക്കുന്നത് സർബത്താണ്. സർബത്ത് എന്ന് പറയുന്നത് ഇതിനെയാണ് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇതിലെല്ലാ ഫ്രൂട്ട്സും ഉണ്ട് ഗൈസ്. ഇത് ഇല്ലാത്തതായിട്ട് ഒരു ഫ്രൂട്ട്സും ഞാൻ കാണുന്നില്ല, എല്ലാ ഫ്രൂട്ട്സും ഉണ്ട്. ഫുള്ളിങ്ങനെ
കഴിക്കും എന്നതിലാണ്. ഓറഞ്ച് ഡ്രിങ്ക് അത് കുടിക്കാൻ പാടില്ല. ഇത് കഴിച്ചു. ദിസ് ഇസ് ഫ്രൂട്ട്സ്. കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മളിപ്പോൾ സർബത്തൊക്കെ കുടിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഒന്നും സ്റ്റോപ്പില്ല, നോൺ സ്റ്റോപ്പ് ആയിരിക്കും. നമുക്കിനിപ്പോൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. എക്സ്പെക്റ്റ് ചെയ്ത ഐറ്റം കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ആ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട് സർബത്ത് നിങ്ങൾ തന്നെ കണ്ടില്ല, അതിലില്ലാത്ത ഫ്രൂട്ട്സ് ഒന്നുമില്ല. അത് കഴിച്ച് അങ്ങനെ നമ്മൾ നമ്മുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. അവൾ ബോട്ടിൽ ജ്യൂസിന് വേണ്ടി ഒരുപാട് കരഞ്ഞു, പക്ഷേ ഞാൻ മേടിച്ച് കൊടുത്തില്ല, കാരണം അതത്ര നല്ലതല്ല, ഞാൻ അധികം കൊടുക്കാറുമില്ല. അപ്പം നമ്മളങ്ങനെ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ട്രിവാൻഡ്രത്തിൻ്റെ ശരിക്കും അതിൻ്റെ ബ്യൂട്ടി അറിയണമെങ്കിൽ നിങ്ങളൊരു ബൈക്ക് എടുക്കുക, നേരെ വില്ലേജ് ഏരിയ പോലത്തുള്ള ആ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ മാക്സിമം ട്രാവൽ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. ഇപ്പോൾ ക്ലൈമറ്റ് ശരിക്കും എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു ചൂട് ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അന്നേരം ഒന്ന് എന്താ പറയുക, ഒരു വിഷമിക്കുകയും ചെയ്തു. ഈ ചൂട് ക്ലൈമറ്റിലാണ് എന്ത് ചെയ്യുമെന്ന് ഓർത്ത്. പക്ഷേ ചൂടാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു തണുപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലൈമറ്റായിരുന്നു ഈ ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ ശരിക്കും ഒരു നമ്മളെ മടുപ്പിക്കാത്ത, അന്ന് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത് ചിക്കി നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. അവളങ്ങനെ ചൂടിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും കാണിച്ചൊന്നുമില്ല, കാരണം ഈ തണുപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്ലൈമറ്റ് ഫീലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ട്രിവാൻഡ്രത്തിൻ്റെ ഭംഗി ഇതുപോലെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എസ്പെഷ്യലി മോർണിംഗ് ടൈമിലൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കും കേട്ടോ. ഈ നെട്ട അതുപോലെ അമ്പൂരി ഏരിയയിലൊക്കെ മോർണിംഗ് ടൈമിൽ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ സ്പോട്ടിലോട്ട് എത്താറായി. ഇപ്പോൾ നമ്മൾ ആ സർബത്ത് കുടിച്ചതിന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ പോകാൻ പോകുന്ന ഈ ലഞ്ച് സ്പോട്ടിലേക്ക്. അങ്ങനെ അതെ ഫൈനലി നമ്മൾ നമ്മുടെ ലഞ്ച് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അതെ, സ്പോട്ട് കണ്ടപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും, അക്ഷയപാത്രം. ഇവിടുത്തെ മീൽസ്, ഫിഷ് കൂട്ടിയുള്ള മീൽസിന് ഒത്തിരി ഹൈപ്പാണ് കേട്ടോ. നല്ല ഫുഡാണെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ ദേ ഫുഡ് വന്നു, ഞങ്ങൾ കഴിച്ചു, ദേ ഇറങ്ങി. കാരണം ബാക്കി ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത്ര റഷാണ്. ഇവിടെ വന്ന് കഴിച്ചവർക്ക് അത് അറിയായിരിക്കും. എനിവേ ഒരു മാന്യമായിട്ടുള്ള ഭക്ഷണമായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. നമ്മളപ്പോൾ ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് വരുന്നത് നെട്ടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. എസ്പെഷ്യലി ബൈക്ക് റൈഡ് തന്നെയാണ്. ഒരു റോഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനും പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും. അതുപോലെ എന്താണ് പറ്റിയ അബദ്ധം അതും നിങ്ങൾക്ക് അറിയണ്ടേ, അതും നെക്സ്റ്റ് വ്ളോഗിലായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.